വാർത്തകളിലേക്ക്. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 250 കടന്നു. 500-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. US ജിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ട് അനുസരിച്ച് പ്രാദേശിക സമയം രാത്രി 11:47 ഭൂചലനം. നങ്കർഹർ പ്രവിശ്യയിലെ ജലാലാബാദിന് വടക്ക് കിഴക്കായി 27 കിലോമീറ്റർ അകലെ 8 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിൽ 6 രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. ആദ്യം ദൃശ്യങ്ങൾ, അതിനുശേഷം വിവരങ്ങൾ. ഫൈസൽ അസീസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ഫൈസൽ, റിക്ടർ സ്കെയിൽ 6 രേഖപ്പെടുത്തിയ ഭൂചലനമാണ്, നിസാര ഭൂചലനമല്ല. ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഈ ഇന്ത്യൻ സമയം നോക്കുകയാണെങ്കിൽ 11:47 പ്രാദേശിക സമയം നോക്കുകയാണെങ്കിൽ 11:47 ഇത്തരത്തിലൊരു ഭൂചലനം ഉണ്ടായത്. വളരെ ആഴത്തിലേറിയ ഭൂചലനമാണ് എന്ന് തന്നെ ഇത് പറയേണ്ടി വരും. കാരണം 250-ലധികം പേർ ഇപ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ 500-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സംഖ്യ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. കാരണം എത്രത്തോളം ആഴത്തിലുള്ളതാണ് ഈ ഭൂചലനം ഉണ്ടായിരിക്കുന്നത് എന്നത് ആ സംഖ്യ നോക്കിയാൽ തന്നെ മനസ്സിലാകും. 250-ലധികം പേർ ഇപ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞു. ഇനിയും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പാകിസ്ഥാനിലും ഇന്ത്യയുടെ വടക്ക് ഭാഗത്തും ഇന്ത്യയുടെ വടക്ക് സംസ്ഥാനങ്ങളിലും ഇതിൻ്റെ ഒരു ഭൂചലനത്തിൻ്റെ ഒരു പ്രകമ്പനം ഉണ്ടായതായുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാന്റെ ചില പ്രദേശങ്ങളിലും ഒപ്പം തന്നെ ഇന്ത്യയുടെ വടക്കൻ സംസ്ഥാനങ്ങളിലും, അതായത് ഈ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ചില സംസ്ഥാനങ്ങളിലുമൊക്കെയും ഇത്തരത്തിൽ ഈ ഒരു ഭൂചലനത്തിന്റെ പ്രകമ്പനം ഉണ്ടായതായി ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനം ഇവിടെ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ തന്നെ 500-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇനിയും നിരവധി പേർ ജീവനോടെ ഉണ്ടാകാം, അല്ലെങ്കിൽ മരണസംഖ്യ ഇനിയും കൂടാം എന്നുള്ള സാഹചര്യമുണ്ട്. കാരണം നിരവധി വീടുകളും കെട്ടിടങ്ങളും ഉൾപ്പെടെ തകരുന്ന ഒരു സാഹചര്യം. റിക്ടർ സ്കെയിലിൽ 6 രേഖപ്പെടുത്തിയ ഭൂചലനം, അതായത് ഏറ്റവും തീവ്രതയേറിയ ഭൂചലനമാണ് 9. അതിൽ തൊട്ട് താഴെ നിൽക്കുന്നതാണ് 6 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു ഭൂചലനമായി ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ റിക്ടർ സ്കെയിലിൽ 6 ഇപ്പോൾ ഈ ഭൂചലനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും 500-ലധികം പേർ പരിക്കേറ്റിട്ടുണ്ട്. 250-ലധികം പേർ മരിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മരണസംഖ്യ ഇനിയും വർദ്ധിക്കും, ഇനിയും ഉയരും എന്ന് തന്നെയാണ് അറിയുന്നത്. കാരണം നിരവധി കെട്ടിടങ്ങളും വീടുകളും ഒക്കെ തകർന്നിട്ടുണ്ട്. ഈ തകർന്ന കെട്ടിടങ്ങളുടെയും വീടുകളുടെയും ഈ ഇടയിൽ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് തന്നെ അറിയേണ്ടി വരും. അതിനുവേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ശക്തമായ മണ്ണിടിച്ചിലും ഈ ഗതാഗത തടസ്സവും ഉണ്ടായി. കാരണം ഇതൊക്കെ രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ ബാധിക്കുന്നു എന്നാണ് അറിയുന്നത്. കാരണം ഈ ഭൂചലനം ഉണ്ടായതിനെ തുടർന്ന് ശക്തമായ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു എന്നാണ് അറിയുന്നത്. കാരണം ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തെ കണക്ട് ചെയ്യാനുള്ള ഒരു വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വൈദ്യുതി ബന്ധവും ഈ നെറ്റ്വർക്ക് കണക്ഷനും ഒക്കെ വിച്ഛേദിക്കപ്പെട്ട രീതിയിലാണ്. കാരണം അത്രയും വലിയ ശക്തമായ ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഒരു മറ്റൊരു മേഖലയുമായി കണക്ട് ചെയ്യുക എന്നുള്ളൊരു വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഒപ്പം തന്നെ നാശനഷ്ടം എന്തൊക്കെ നാശനഷ്ടം ഉണ്ട് എന്നുള്ളത് അതിൻ്റെ തോതൊക്കെ അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിക്ടർ സ്കെയിലിൽ 6 രേഖപ്പെടുത്തിയ ഒരു ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. അതെന്ന് പറയുന്നത് വലിയ ശക്തമായ ഭൂചലനമാണ്. എത്രത്തോളം ആഴത്തിലുള്ള, അത്രയും വലിയ ആഴത്തിലുള്ള ഒരു ഭൂചലനമാണ് ഈ അഫ്ഗാനിസ്ഥാനിൽ ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ പ്രാദേശിക സമയം 11:47 ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 250-ലേറെ പേർ ഇപ്പോൾ തന്നെ മരണപ്പെട്ട് കഴിഞ്ഞു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. 500-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റവരുടെ എണ്ണത്തിനും ഉയരാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി കെട്ടിടങ്ങളും വീടുകളും ഒക്കെ തകർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ തകർന്ന കെട്ടിടത്തിൻ്റെയും വീടുകളുടെയും ഉള്ളിലൊക്കെ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടാവും. അതിനൊക്കെയുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിച്ചിരിക്കുകയാണ്. ആശുപത്രികൾ നിറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വരും മണിക്കൂറുകളിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രസാദ്. ശരി, ഫൈസൽ അസീസ് ആണ് വിവരങ്ങൾ നൽകിയത്. അഫ്ഗാനിലാണ്
നങ്കർഹർ പ്രവിശ്യയിലെ ജലാലാബാദിന് വടക്ക് കിഴക്കായി 27 കിലോമീറ്റർ അകലെ 8 കിലോമീറ്റർ ആഴത്തിലാണ് ഈ ഒരു ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിൽ 6 രേഖപ്പെടുത്തിയ ഭൂചലനമാണ്. 2023 ഇത്തരത്തിലൊരു ഭൂചലനം അഫ്ഗാനെ വല്ലാതെ വലച്ചിരുന്നു. അന്ന് 1500-ലധികം പേരാണ് അന്നത്തെ ആ ഒരു 6.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ മരണപ്പെട്ടത്. 2500 പേർക്കോളം പരിക്കേറ്റിരുന്നു. അന്നത്തെ ആ ഒരു ഭൂചലനത്തിൽ 4ഓളം ഭൂചലനങ്ങൾ അടുപ്പിച്ചുണ്ടായ ഒരു സംഭവം ഉണ്ടായിരുന്നു അഫ്ഗാനിൽ 2023. ഇപ്പോൾ 6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.